എല്ലാവരും പേടിച്ചു പോയി. ഞാനൊരു വെൽക്കം പറഞ്ഞാണ് എൻ്റെ ചാനലിലോട്ട്. അപ്പോൾ കുറേ നാളായില്ല, ഒരു 1-2 ആഴ്ചയായിക്കാണല്ലേ. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്നൊരു സൺഡേ ആണ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നമ്മളുണ്ടാക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം, ഞങ്ങൾ കാനഡ വന്നിട്ട് പൂരി കുറേ നാൾക്ക് ശേഷം അല്ല, ആക്ച്വലി ഉണ്ടാക്കിയിട്ടേ ഇല്ലേ പൂരി ഇവിടെ. അപ്പം അമ്മ ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അല്ലേ അമ്മ പറയൂ, അമ്മ പറയൂ. പൂരി മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മൾ അതെ പൂരി അമ്മ കുഴച്ച് വെച്ച് തന്നു. നുന്നു ഇത് ഇങ്ങനെ ഉണ്ടാക്കുക കണ്ടോ ഗൈസ്, ഉണ്ടാക്കിയത് കാണോ ഗൈസ്. അപ്പം ഇതുപോലെ നമ്മൾ ഉണ്ടയാക്കിയിട്ട് എന്താണ് ചിരിക്കുന്നത്, എല്ലാവരും കളിയാക്കണം ഗൈസ്. ഞാൻ പെട്ടെന്ന് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പം ഈ പൂരി ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മളിനി മറ്റേ പലകയൊക്കെ വച്ചിട്ടുണ്ട് ഇങ്ങനെ 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 ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. റോളർ, പലകയല്ല റോളർ വന്നിട്ടുണ്ട്. അപ്പം റോളിങ് എന്താ ഇതിന് കറക്റ്റ് വാക്ക് എന്താ, റോളർ പിന്നാണ് കേട്ടോ. അപ്പോൾ റോളർ പിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പരത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നേ അമ്മ പൊട്ടേറ്റോ അമ്മ ഞാൻ കാണിച്ചു തരാം, പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ അതിൻ്റെ സ്കിന്ന് മാറ്റും കേട്ടോ. ഇനി നമുക്ക് കറി ചെയ്ത് തുടങ്ങാം. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ പൊട്ടേറ്റോ ഇങ്ങനെ അമ്മ മാഷ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് വേണം നമുക്ക്. ഞാൻ ഇതുവരെ അങ്ങനെ പൂരി മസാല ഉണ്ടാക്കിയിട്ടില്ല. അമ്മ എന്താണ് പറയുന്നത്? അമ്മയ്ക്ക് അത് തന്നെ പറയാനുള്ളത്. അതെ ഞുന്നും ഇത് ചെയ്യട്ടോ. അപ്പം ഞാനും കൂടെ ചെയ്ത് തുടങ്ങട്ടെ. ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ടത് ശരിയാവില്ല, കാര്യങ്ങൾ ഷടപടേ നടക്കുമെങ്കിൽ എന്തെങ്കിലും ഒരു കൈ വരണം അല്ലേ അമ്മ? പറയൂ, പറഞ്ഞു കൊടുക്കർക്ക് എന്താ അങ്ങനെ. അപ്പം ഞാൻ പൊട്ടേറ്റോ മാഷ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. നമ്മുടെ എണ്ണ കണ്ടോ ഗൈസ്, കോക്കനട്ട് ഓയിലാണേ, കട്ടിയായിട്ടിരിക്കുന്ന. ഇത് എടുത്ത് കാണിച്ചാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, ഇത് നോക്കിയേ കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ എണ്ണയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇട്ട് കുറച്ച് നേരം എടുക്കുക ഒന്ന് മെൽറ്റായി വരാൻ. നമ്മൾ കടുക് പൊട്ടിക്കാം. അപ്പോൾ ഫ്രോസൺ കരിവേപ്പില ഇടുക. ഓക്കെ, കടുക് പൊട്ടുമ്പോൾ ഫ്രോസൺ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ ഫ്രോസൺ കരിവേപ്പില മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് അല്ല കറിവേപ്പില അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാണ്ടുള്ളത് കിട്ടാൻ ഇച്ചിരി പാടാണ്. മല്ലിയില കിട്ടും, പക്ഷേ ഇത് കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ ഫ്രോസൺ വാങ്ങിച്ച് വയ്ക്കും. 2-3 പാക്കറ്റൊക്കെ ഒരുമിച്ച് വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് കുറേ നാൾ നിൽക്കും. എന്നിട്ട് നമ്മൾ അണിയൻ ഇടും കേട്ടോ. നമ്മൾ അണിയൻ ഇട്ടു, പച്ചമുളക് ഇട്ടു കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ഇവിടുത്തെ മുളകിന് അത് നമ്മൾ ഫ്രോസൺ അല്ലേ അമ്മ? എല്ലാം നമ്മൾ ഫ്രോസൺ മാത്രമേ വാങ്ങിക്കുള്ളൂ. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് നുന്നുന് അപ്പയ്ക്ക് ആർക്കും എരിവ് പറ്റില്ല. ഇച്ചിരി എരിവൊക്കെ ഓക്കെ, പക്ഷെ കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇച്ചിരി എരിവ് കൂടിയാലും കഴിക്കും. പക്ഷെ അങ്ങനത്തെ ഇതുള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കര കുറവാണ് ഇടുന്നത്. ഒരു മുളകൊക്കെ ധാരാളമാണ് ഒരു ഹോൾ കറിക്ക്, കാരണം നല്ല എരിവുള്ള മുളകാണ്. വാടിയാൽ മതി. ഇനി നമ്മൾ മഞ്ഞളിടും. എത്ര ക്വാണ്ടിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഒരു ഊഹത്തിനല്ലേ? നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടുവാണ്. എത്ര ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്താണോ അമ്മ? വലുത് 3 വലിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അതും കറക്റ്റാണ്. ഇവിടുത്തെ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്ക് 1-2 എണ്ണം തന്നെ ധാരാളമാണ് ഒരു ചെറിയ കറിയൊക്കെ ഉണ്ടാക്കാൻ. ചെറിയ കറിയല്ല, വലിയ കറി ഉണ്ടാക്കാൻ 1-2 എണ്ണമൊക്കെ തന്നെ മതിയാവും. അപ്പം നമ്മൾ പൂരി മസാല നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പൊട്ടേറ്റോ ആണെങ്കിലും മെയിൻ ഐറ്റം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 2-3 എണ്ണം എടുത്തത് തന്നെ. അല്ലെങ്കിൽ 1-2 എണ്ണമൊക്കെ ആണെങ്കിലും കൂടുതലാണ്. അങ്ങനെ നമുക്കിനി ഈ ഓൾറെഡി ഇന്നലെ കുറേ ഇത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ അത് ഞാൻ
ഞാൻ ചെയ്തു തരാം. ഞാൻ വീഡിയോ എടുത്ത് തിരക്കായി നടന്നുകൊണ്ടല്ല ഗൈസ്, അല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്ത് കൊടുക്കില്ലായിരുന്നു അല്ലെ ബുബ? ഞാൻ ചെയ്തു തരാം. ഒരെണ്ണമാണ് ഞാൻ ഇത്ര ചെയ്തത്, ബാക്കി എല്ലാം നിന്ന് ചെയ്തു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ചെയ്തത് മാത്രം നല്ല ബോറായിട്ട് വന്നിട്ടുണ്ട്. നിന്നുന്റെ എല്ലാം നല്ല അടിപൊളി ഷേപ്പിലാണ്. അല്ല, ഞാൻ ഉരുട്ടി കഴിക്കും. ഇതിൽ ഏതാന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഉരുട്ടിയ ഷേപ്പ് വരെ അപ്പം കണ്ടിന്യൂ ചെയ്യുകയാണ് ഗൈസ്. എന്നിട്ട് അപ്പം തന്നെ ഉരുട്ടിട്ടുണ്ട്. താങ്ക് യു അപ്പ. ഗൈസ്, സംസാരത്തിനിടയിൽ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയി. ഇപ്പൊ നമ്മള് ഉപ്പും വെള്ളവും മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അമ്മ ഒന്ന് മിക്സ് ചെയ്തു. പൂരി മസാല ഇട്ടിട്ട് കൊതിയായിരുന്നു. അയ്യ, അത്ര നാളെ കഴിച്ചിട്ട്. എൻ്റെ അമ്മയോട് പറയല്ല, അമ്മ ഉണ്ടാക്കുന്ന എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ പൂരി മസാല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എടുക്കുക. കൊതിയാവുന്നില്ല. അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. ഭയങ്കര യമ്മിയാണ് അമ്മ ഉണ്ടാക്കുന്നത്. എന്ത് ചെറിയ സാധനമാണെങ്കിലും ശരി, ഭയങ്കര യമ്മിയാണ്. ഇത് നമ്മള് പൂരി മസാല ഏകദേശം കഴിയാറായി. ഇനി ഒന്ന് വെന്താൽ മതി. അപ്പം ഞാൻ പുറത്ത് പോയി ജസ്റ്റ് നിങ്ങളെ, ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇവിടെ പുറത്ത്. പിന്നെ ഒരു ലേസി സൺഡേ ആണ് ആക്ച്വലി. ഇന്നലെയും എനിക്കൊക്കെ നമ്മൾ പുറത്ത് പോയി ഷോപ്പിങ്ങും കറക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ, കാരണം എനിക്കും നുന്നും നാളെ ജോലി ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാം, ചില്ല് ചെയ്യാൻ വീട്ടിൽ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ പുറത്ത് മഴ ആണിപ്പോൾ. നമ്മുടെ ഡെക്കാണിത്. ഫുൾ മഴ കാരണം മൊത്തം വെറ്റായിട്ട് കിടക്കരുത്. നമ്മുടെ ഗാർഡൻ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമാകും. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇത് കണ്ടോ, അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെള്ളം വീഴുന്നുണ്ടോ? അപ്പം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ തണുപ്പുണ്ട് ഗൈസ് മഴ കാരണം. അല്ലെങ്കിൽ തണുപ്പൊക്കെ ആക്ച്വലി നന്നായിട്ട് മാറി. ഗൈസ്, നമ്മുടെ പൂരി മസാലയിൽ അമ്മ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ആണോ? എനിക്ക് എങ്ങനെയാണെങ്കിലും ഇഷ്ടമാണ്. എനിക്ക് കട്ടിയായിട്ടുള്ളതാണെങ്കിലും കുറച്ച് ലൂസായിട്ടാണെങ്കിലും ഇഷ്ടമാണ്. ഇത് നല്ല മണമല്ലേ ഗൈസ്. കഴിക്കാൻ കൊതിയാ. നമുക്കിനി പൂരി ഉണ്ടാക്കാം. നമ്മളപ്പോൾ പൂരി ഉണ്ടാക്കാൻ നമ്മുടെ പ്ലാറ്റ്ഫോം റെഡി ആയിക്കൊണ്ടിരിക്കുക. കാണിച്ചു തരാവേ. നമ്മുടെ ഈ ഏരിയ ഫുൾ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ അമ്മ? നമ്മൾ സാധാരണ എങ്ങനെയാ അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കുന്നത്? കേട്ടോ, നമ്മൾ പൂരി വാങ്ങിച്ചിട്ടുണ്ടോ റെഡിമെയ്ഡെങ്കിലും? ഉണ്ടല്ലേ, പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ അപ്പയമ്മ നാട്ടിൽ വാങ്ങിക്കണമെങ്കിൽ തന്നെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളത് കിട്ടും, സെമി കുക്ക്ഡ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും പാടാണ്. പക്ഷെ എന്നാൽ ഇതേ കിട്ടിയുള്ളൂ. അപ്പൊ പിന്നെ കഴിക്കാനുള്ള കൊതി കാരണം അല്ലേ അമ്മ? അപ്പൊ നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, അതമ്മ ഇങ്ങനെ വെച്ച് പരത്തുക കേട്ടോ. പരത്തി നമ്മുടെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെക്കുക. അതാണ് നമ്മുടെ പ്രോസസ്. നമ്മൾ അപ്പച്ചട്ടിയിൽ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അപ്പം മേളിലത്തെ ഷെൽഫിലാണ്. അപ്പോൾ വീണാൽ അതും പിടിക്കണോ? വീണാൽ അതും പിടിക്കണോ? അല്ല, അത് വീഡിയോയിൽ പിടിക്കണമെന്നാണ് ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി. വീഡിയോയിൽ എങ്ങനെ വരണം. ലാഡർ ഉള്ളത് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനം കേട്ടോ. ഇതുള്ളത് കൊണ്ടേ നമുക്ക് മേളിൽ കയറാനൊക്കെ നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ അത്രയും പൊക്കത്തിലാണ് നമ്മുടെ ഇത് കണ്ടോ. അങ്ങ് വരെ പൊങ്ങി കയറാനൊന്നും വയ്യ. ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട്. പൂരി വറുക്കാൻ ഇച്ചിരി കൂടുതൽ വേണം അല്ലേ? നമുക്കപ്പോൾ ചെറിയ ഇങ്ങനത്തെ കുഴിയുള്ള പാൻ കുറവാണ്, ചീനച്ചട്ടി. അപ്പോൾ അതില്ല, ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ നമ്മളിതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സക്സസ്ഫുൾ ആവും തോന്നുന്നല്ലേ അമ്മ? നമുക്ക് നോക്കാം. നമ്മുടെ കുറെ തീരാറായിട്ടോ. ഇപ്പൊ അമ്മ അത് ഇത്രയും ചെയ്ത് വെച്ചു. ഇനി അയ്യോ സോറി, അമ്മയും
നുന്നും കൂടെ ഇത്രയും ചെയ്ത് വെച്ചു. ഇനി അമ്മ അതിലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കാൻ പോലെ മെൽറ്റായി ഇങ്ങനെയായി കണ്ടു ഗൈസ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിടാം. ഇടാനുള്ള ബാസ്ക്കറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമുക്ക് ഓരോന്നിട്ട് ഇട്ട് തുടങ്ങിയാലോ അമ്മ? അയ്യോ റെഡി അമ്മ. ചൂടായോ? ഓ തെറിക്കുന്നില്ലല്ലേ? ഇപ്പൊ പൊട്ടും. ചൂടായില്ല, അതിന്റെ വിഷമം കേട്ടോ അമ്മയ്ക്ക്. അജോ പോട്ടെ, സാരിയില്ല. പക്ഷെ തിളയ്ക്കുന്നുണ്ടല്ലോ അത്. ഓ മോനെ, ഇച്ചിരി നാളായി ഇതൊക്കെ കണ്ടിട്ട്. നമ്മുടെ ഫസ്റ്റ് പൂരി അങ്ങനെ സക്സസ്ഫുള്ളി പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ? നല്ല കോമളയൊക്കെ വന്ന് ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ മറ്റേ കോരി എടുക്കുക, അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ടല്ലോ. എന്നിട്ട് അമ്മ മൾട്ടി ടാസ്കിങ്, അതേ സമയത്ത് തന്നെ പുതിയതിടുന്നു, എന്നിട്ട് ആയത് ബാസ്ക്കറ്റിലോട്ട് വെക്കുന്നു അല്ലേ അമ്മ? കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിരുന്നുണ്ട്. ഇതാ പറഞ്ഞു. അല്ല അമ്മ പറഞ്ഞു. അമ്മ എനിക്കിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് സ്റ്റോപ്പ് അയാള്. പൂരി ഇട്ട് നമ്മളൊന്ന് തട്ടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വന്ന് ഇതാവും എന്നാണ്, കൊള്ള അല്ലേ? അങ്ങനെയാവും എന്നാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഒരെണ്ണം ഇട്ടേ, ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. അങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി കൊമളയാവുന്നുണ്ടോ? പെട്ടെന്നാവും അത്. വിതിൻ ഫ്യൂ സെക്കൻഡ്സ് അല്ലേ അമ്മ? പെട്ടെന്ന് ഷടപടേ നമുക്ക് പൂരി റെഡിയാവും. എന്താ ഗൈസ്, ഞാൻ അടുത്ത് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അമ്മ പറഞ്ഞ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ നീക്കി എടുക്കുന്നുണ്ട്. കണ്ടോ പൊങ്ങി വരുന്നുണ്ടോന്ന്? ഹായ്. പിന്നെ ഗൈസ് നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ എണ്ണയെല്ലാം കൂടെ തുറച്ച് നമ്മുടെ മുഖത്തിരിക്കും. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ചൂടാവുന്നില്ല, അമ്മ നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കുക. ഇനി ഇത് നമുക്ക് ഈ സാധനത്തിലോട്ട് എടുക്കാം. കുറച്ചുകൂടെ ആവണം അല്ലേ? ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം എണ്ണ കുറച്ചുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വരുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇടുക. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് പൂരി ഉണ്ടാക്കി ഞാൻ ക്ഷീണിച്ചായി. ഒരു 3 എണ്ണം കൂടി ഈ പാത്രത്തിൽ, പിന്നെ അപ്പുറത്ത് വീണ്ടും ഒരു 10 വെണ്ണുണ്ട്. എനിക്ക് നുന്നു എല്ലാം എടുത്ത് സപ്പോർട്ടിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ തല കാണുന്നില്ല. പിന്നെ രണ്ടുപേരെയും കാണാം ഇപ്പൊ. അടിപൊളി. ഞാനതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇത് വേറെ മറ്റേ നേരത്തെ ഉണ്ടായിരുന്നതിലും കുറെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇത് പുതിയ എടുത്തതാ. നമ്മുടെ പൂരി മസാല എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ പൂരി മസാല ഭയങ്കര യമ്മിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ യമ്മി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ എന്തെങ്കിലും വെറൈറ്റി സാധനമായിട്ട് ഞാൻ വരാം. ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോസിൽ ഞാനത് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും ഫണ്ണി വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.